കോട്ടയത്ത് നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥിയെ റാഗ് ചെയ്ത പ്രശ്നവുമായി ബന്ധപ്പെട്ടുള്ള മാർച്ച്, പ്രതിപക്ഷത്തിൻ്റെ മാർച്ച് നടക്കുകയാണ്. രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ആ മാർച്ച് പങ്കെടുക്കുന്നത്. പോലീസ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ചിന് നേരെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ വിദ്യാർത്ഥി സംഘടനകൾ, SFI, KSU, AVP തുടങ്ങിയ വിദ്യാർത്ഥി സംഘടനകൾ, പിന്നീട് BJP, AYF തുടങ്ങിയ യുവജന സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ മാർച്ച് നടത്തിയിരുന്നു. ഇന്നിതാ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്ത മാർച്ചാണ് ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ, നഴ്സിംഗ് മെഡിക്കൽ കോളേജിലേക്ക് എത്തിയത്. ചണ്ടി ഉമ്മൻ MLA നേരത്തെ സംസാരിക്കുന്ന നമ്മൾ കേട്ടതാണ്. രമേശ് ചെന്നിത്തലയാണ് ഈ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയത്. അതിനുശേഷം ഇപ്പോൾ മാർച്ച് സംഘർഷത്തിലേക്ക് വഴിമാറിയിരിക്കുന്നു. പോലീസ് ബാരിക്കേഡുകൾ മറിച്ചിടാൻ വേണ്ടി പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ടായി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. ഷിനോജ് ചേരുന്നുണ്ട്. ഷിനോജ്, പ്രതിഷേധങ്ങൾ ഇങ്ങനെ തുടരുകയാണ്. ഇന്നും പ്രതിഷേധം എത്തുന്നു. ആ പ്രതിഷേധത്തെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നു. ഇപ്പോൾ ആ മാർച്ച് അക്രമാസക്തമാണോ അതോ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നടപടിക്രമങ്ങളാണോ നടക്കുന്നത്? മാർച്ചിലെ പ്രതിഷേധങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു പ്രതിഷേധങ്ങൾ. വിവിധ വിദ്യാർത്ഥി യുവജന സംഘടനകളൊക്കെ തന്നെ ഈ പ്രതിഷേധമായി രംഗത്തെത്തിയിരുന്നു. ഇന്ന് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിലായിരുന്നു ഇത്തരത്തിലൊരു മാർച്ച് ക്രമീകരിച്ചിരുന്നത്. ആ മാർച്ചിലേക്കാണ് ഇപ്പോൾ പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത്. ഇതുവരെ ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് പോലീസ് കാര്യങ്ങൾ എന്നതിന് മാറിയിട്ടില്ല. നിലവിലും ഇപ്പോഴും ഈ ബാരിക്കേഡ് മറിച്ചിടുന്നതുമായി ബന്ധപ്പെട്ട് മറിച്ചിടാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. 2 തവണ പോലീസ് ഇതിനോടകം തന്നെ ജലപീരങ്കി പ്രയോഗിച്ചത്. 3ാമത്തെ തവണ പോലീസ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത്. 3 തവണ ഈ മാർച്ചിന് നേരെ പോലീസ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രമേശ് ചെന്നിത്തലയാണ് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ SFIക്കാരാണ് ഇത്തരത്തിൽ കേസുമായി ബന്ധപ്പെട്ട പ്രതികൾ 5 പേരും SFIക്കാരാണ്. നിലവിൽ ഈ പോലീസ് അന്വേഷണത്തിൽ ഒരിക്കലും തന്നെ വിശ്വാസ്യതയില്ല. കാരണം ഈ പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നതെങ്കിൽ ഈ 5 പ്രതികളും പൂർണ്ണമായും പുറത്തു വരാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ കോടതിയുടെ നിരീക്ഷണത്തിൽ ഒരു അന്വേഷണം വേണമെന്നൊരു കാര്യമാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. മാത്രമല്ല, മാർച്ച് കോട്ടയം ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ, കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ തന്നെ ഈ മാർച്ചിന്റെ ഭാഗമാണ്. ചണ്ടി ഉമ്മൻ MLA ഉണ്ട്. അത്തരത്തിൽ DCC പ്രസിഡന്റുണ്ട്. അത്തരത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഈ മാർച്ചിന്റെ ഭാഗമായിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ 3 തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. നിലവിൽ ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് മാറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. ഒരുപക്ഷെ ഇനിയും ജലപീരങ്കി പ്രയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം നിരവധി പ്രവർത്തകർ ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട്. കാരണം ഒരു 300-400 പ്രവർത്തകർ ഇതിനോടകം തന്നെ മെഡിക്കൽ കോളേജ് ക്യാമ്പസിലുള്ള ഈ നഴ്സിംഗ് കോളേജിലേക്ക് ഇവിടേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നത് പോലെ തന്നെ പോലീസ് ഈ നഴ്സിംഗ് കോളേജിന്റെ ഒരു 100 മീറ്റർ മുൻപാകെ തന്നെ ഈ ബാരിക്കേഡ് വെച്ച് ഈ മാർച്ച് തടഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. വീണ്ടും 4ാമത്തെ തവണയും പോലീസ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. വലിയ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് ഈ വിദ്യാർത്ഥി യുവജന സംഘടനകളൊക്കെ തന്നെ മാറുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഈ പ്രിൻസിപ്പാളിനെതിരെയും അതുപോലെ തന്നെ വാർഡനായിട്ടുള്ള വ്യക്തിക്കെതിരെയും അസിസ്റ്റന്റ് വാർഡനെതിരെയും അതുപോലെ തന്നെ ഈ ഹൗസ് കീപ്പറായിട്ടുള്ള വ്യക്തിക്കെതിരെയൊക്കെ തന്നെ അച്ചടക്ക നടപടിയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും തന്നെ കാര്യങ്ങൾ പോരാ. മാത്രമല്ല, ഈ വിദ്യാർത്ഥികളെ പൂർണ്ണമായും ഈ ക്യാമ്പസിൽ നിന്ന് പുറത്താക്കണം തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മാർച്ച് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഈ പ്രവർത്തകരൊക്കെ തന്നെ കമ്പും അതുപോലെ തന്നെ കൊടിയുടെ ഭാഗങ്ങളൊക്കെ തന്നെ ഈ പോലീസിന് നേരെ എറിയുകയാണ്. ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം ഇപ്പോഴും പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. 4 തവണ ഇതിനോടകം തന്നെ ഈ പോലീസ് ജലപീരങ്കി പ്രവർത്തകർക്ക് നേരെ പ്രയോഗിച്ചു കഴിഞ്ഞ് പ്രവർത്തകർ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് മാർച്ച് പോകുമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അറസ്റ്റ് ചെയ്ത് മാറ്റുന്ന കാര്യങ്ങളിലേക്ക് തന്നെ പോലീസ് ഇതുവരെയും കടന്നിട്ടില്ല. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ റാഗിങ്ങുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധ മാർച്ച് നടത്തിയത്. രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്ത മാർച്ച് പോലീസിന്റെ ബാരിക്കേഡ് മറികടന്ന് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതിനിടെ പോലീസ് 4 വട്ടം ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് പ്രതിഷേധവുമായി ഇന്ന് എത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെയും മറ്റും പ്രതിഷേധം ഈ കോളേജിലേക്ക് ഉണ്ടായിരുന്നു. കേസിൽ പ്രതികളായ മുഴുവൻ SFIക്കാരെയും കോടതിയിൽ നിന്ന് പുറത്താക്കണമെന്നതാണ് അല്പം മുമ്പ് രമേശ് ചെന്നിത്തല അവിടെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞത്. കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷണം നടക്കണം. പോലീസ് അന്വേഷിച്ചാൽ സത്യം പുറത്തുവരില്ല. പ്രതികളെ VN വാസവൻ സംരക്ഷിക്കുന്നു എന്ന ആരോപണം കൂടി രമേശ് ചെന്നിത്തല മുന്നോട്ട് വയ്ക്കുന്നു.
അതേസമയം SFIക്ക് ബന്ധമില്ല, SFIയുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളല്ല ഈ റാഗിംഗ് കേസിൽ പ്രതിയേർക്കപ്പെട്ടത് എന്തായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ CPM നേതാക്കളും SFIയും ഒക്കെ വിശദീകരിച്ചത്. വിവിധ രാഷ്ട്രീയ ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയുന്നുണ്ട് അതിനകത്ത് SFIക്ക് യാതൊരു ബന്ധവുമില്ല. SFIയുടെ വിദ്യാർത്ഥി സംഘടനകളോ മറ്റ് ഇടതുപക്ഷ സംഘടനകളോ അല്ല. അവരെല്ലാവർക്കെതിരെയും കർശനമായ നടപടി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് SFIയും കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് മാർച്ച് നടത്തിയിരുന്നു. എല്ലാ മാർച്ചുകളും ജലപീരങ്കി ഉപയോഗിച്ചാണ് പോലീസ് തടഞ്ഞത്. ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചിലും അത്തരമൊരു സമീപനമാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുവാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളുമായി പോലീസ് മുന്നോട്ട് പോകുമ്പോൾ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ ഉയർത്തി നിൽക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. ഷിനോ ജസ്റ്റിയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.